നമസ്കാരം. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ഏൽക്കേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനം. ക്രൂരമർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. അമ്മയും സുഹൃത്തും പുറത്തുപോയി വന്നപ്പോൾ ഇളയ കുട്ടി സോഫയിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് 7 വയസ്സുകാരനോട് രണ്ടാനച്ഛൻ ചോദിച്ചു. വ്യക്തമായ ഉത്തരം കിട്ടാത്തതിനെ തുടർന്നാണ് പ്രതി മൂത്ത കുഞ്ഞിനെ മർദ്ദിച്ചത്. രണ്ടാനച്ഛൻ കുട്ടിയെ നിലത്തിട്ട് പലതവണ ചവിട്ടിയെന്നും മുമ്പും മർദ്ദിച്ചിട്ടുണ്ടെന്നും അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവ് 10 മാസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. അതിനുശേഷം യുവതിയും കുഞ്ഞുങ്ങളും ഇയാളോടൊപ്പമാണ് കഴിഞ്ഞു വന്നിരുന്നതും. ഭർത്താവിന്റെ ബന്ധു കൂടിയാണ് ഇയാൾ. പോലീസിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം. യുവതിയെയും കുട്ടികളെയും ഇയാൾ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇക്കാര്യം സ്കൂളിൽ പറഞ്ഞതിനാണ് ഇയാൾ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചതെന്നുമാണ് വ്യക്തമാവുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. അമ്മയും രണ്ടാനച്ഛനും പുറത്തുപോയി വന്നപ്പോൾ ഇളയ കുട്ടി സോഫയിൽ മൂത്രമൊഴിച്ചിരുന്നു. അതിനെക്കുറിച്ച് മക്കളെ ചോദ്യം ചെയ്തു. ചെറിയ കുഞ്ഞിനെ ആക്രമിക്കുന്നത് കണ്ട മൂത്ത കുട്ടി നിലവിളിക്കുകയും ചെയ്തു. നേരത്തെ കുഞ്ഞിനോട് വൈരാഗ്യമുണ്ടായിരുന്ന ആൾ അതിക്രൂരമായി കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ചെന്ന യുവതിയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു. ഇയാൾ കുട്ടിയെ നിലത്തിട്ട് പലതവണ തലയിൽ ചവിട്ടിയെന്നും അലമാരിക്കിടയിൽ വെച്ച് ഞെരിക്കുകയും ചെയ്തിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രതി ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. 7 വയസ്സുകാരന്റെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ കുട്ടിയുടെ അവസ്ഥ മോശമായി തന്നെ തുടരുകയാണ്. കുട്ടി വെന്റിലേറ്ററിൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അമ്മയുടെയും ഇളയ കുട്ടിയുടെയും മൊഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഗുരുതരാവസ്ഥയിലുള്ള 7 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എന്ത് ചികിത്സ നടത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിക്ക് ആവശ്യമായ ശാരീരികവും മാനസികവുമായ ചികിത്സ ഉറപ്പാക്കും. കുട്ടിയെ മർദ്ദിച്ച ആൾക്കെതിരെ പരമാവധി ശിക്ഷ നൽകാൻ ശ്രമിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.